ഇവിടെ ആരാധനകൾക്ക് കടന്നുവരുവാൻ ദൈവത്തിന് അവസരത്തിനായിട്ട് ശ്രമിക്കുന്നു. പരിചയമില്ലാത്തവരോട് പരിചയമുള്ളവരോട് രീതികളായിട്ട് ശ്രമിക്കുന്നു. ദേവദാസന ഭാസ്കരൻ അകത്ത് കഴിഞ്ഞ വർഷമായി തോന്നുന്നു ആദ്യ ഒരു ദിവസം ജനങ്ങൾക്ക് ഗുണമെന്ന് ആലോചന തീരുമാനിച്ചതാണ് എൻ്റെ പേര് വിശാൽ. ഇവിടെ ചെറുവക്കലിൽ ഇവിടെ എനിക്ക് ഫാസ്റ്റ് തിയോളജി പഠിച്ചു 3 വർഷം ടീച്ചേഴ്സ് പൂർത്തീകരിച്ച് കലാശം 10 വർഷം കഴിയും. അതുപോലെ ഇതുപോലുള്ള വേദികൾ ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കാൻ എനിക്ക് അവസരം ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ സമയത്തിൻ്റെ പരിധി എല്ലാവർക്കും അനുവദിച്ചിരിക്കുന്നു. അതിന് സമയത്തിന് തന്നെ നടന്നു ചില ആലോചനകൾ പറഞ്ഞിട്ടുണ്ടെന്ന് കാരണം സമയം പെട്ടെന്ന് പോകുന്നത് അറിയില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ കാര്യമില്ല. ദൈവത്തിൽ നിന്നുള്ള തരുന്ന ആലോചനകൾ കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വന്തം കർത്താവ് രക്ഷിച്ചു. അതായത് യേശുവിനെ സ്വന്തം സ്വീകരിച്ച് മനസ്സൊന്നത് സ്നാനപ്പെട്ടു. അങ്ങനെ കർത്താവിൻ്റെ കൂട്ടായ്മയായിരിക്കാൻ സഹായിച്ചു. ഒരു സമയത്ത് എൻ്റെ ഭവനത്തിൻ്റെ അടുത്തുള്ള തോട്ടത്തിൽ, അത് തെങ്ങിൻ തോട്ടമാണ്, വീട്ടിൽ കിടന്നുറങ്ങാതെ തെങ്ങിൻ തോട്ടത്തിലാണ് പലപ്പോഴും ഉറങ്ങുന്നത്. ആ സമയത്ത് പ്രേക്ഷണം ഇപ്പോൾ പ്രേക്ഷണമാണ് ദൈവത്തിൻ്റെ സ്ഥലത്തിലായിരിക്കാൻ ദൈവം അനുവദിച്ചു. കാരണം യേശുവിനെ അറിഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ തെങ്ങിൻ തോട്ടത്തിലുണ്ട്. പ്രേക്ഷണം യേശുവിനെ അറിഞ്ഞുകൊണ്ട് സ്തോത്രം. ഇത് ഞാൻ വളരെ സന്തോഷിച്ചുകൊണ്ട് എനിക്ക് പറയാൻ പ്രേക്ഷണം. മാത്രമല്ല ഇങ്ങനെ വേദിയിൽ നിന്ന് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. എനിക്ക് വിശ്വാസം ജീവിച്ച് ഇങ്ങനെ ഒതുങ്ങി പോകണമെന്ന ആദ്യ കാര്യങ്ങൾ വിചാരിച്ചിട്ടില്ല. ശുദ്ധാത്മാവ് ഇടപെട്ട് അങ്ങനെ സന്ദേശം അറിയിക്കണമെന്നുള്ളതായ വ്യക്തിപരമായ ആലോചന ഉണ്ടായി. അതുകൊണ്ട് ഒന്നുപോലെ ഞാൻ ഇതുപോലുള്ള വേദികളിലോട്ട് ശുശ്രൂഷിക്കാനായിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു നിർബന്ധമാണ്, ആഗ്രഹമല്ല. ഇതിന് പ്രത്യേകം അല്ലെങ്കിൽ കേരളമെന്നുള്ള ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹമുള്ള നിർബന്ധത്തിൽ അങ്ങനെ ചെയ്യുന്നത് മാത്രമേ. ഒരു വാക്യം വായിച്ചുകൊണ്ട് അതിന് സമയത്തിൽ മുന്നിൽ സന്ദേശം ആഗ്രഹിക്കുകയാണ്. പരിചയമുള്ള സങ്കീർത്തനം 91 സങ്കീർത്തനം 1 വാക്യം വായിക്കും. ആദ്യത്തെ വാക്യം അദ്വൈതത്തിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നത് യഹോവയെ കുറിച്ച് അവന്റെ സംഗമം കോട്ടയും ഞാൻ ആശ്രയിക്കും എന്റെ ദൈവം എന്ന് പറയുന്നത്. നമുക്ക് വചനങ്ങളൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതുകൊണ്ട് പരിചയമുള്ള വചനമായതുകൊണ്ട് പറയേണ്ട എന്നുള്ളതല്ല, പരിചയം ദൈവത്തിൽ വന്ന് നമ്മൾ പറയണം. ഇന്നത്തെ ആലോചന, ഇത്ര സമയത്തിലുള്ള ആലോചന ഇന്നിവിടെ പറയുന്നതിന് ദൈവോദിക്കലായ സങ്കീർത്തനമാണ്. ഇത് സങ്കീർത്തനം പശ്ചാത്തലം എഴുതിയത് മോശയാണ്. മോശയുടെ ജീവിതത്തിൽ 40 വർഷം മെരുഹൂർ യാത്രയിൽ, 40 വർഷം ദൈവത്തോട് ബന്ധത്തിലുള്ള യാത്രയിൽ അതിശക്തമായ ദൈവത്തിന്റെ ശക്തനായ ഒരു ഭക്തനാണ് മോശ. മോശയുടെ കൂടെ ദൈവം ഇരുന്നു. കാരണം സീനിയ മലയിൽ നിന്ന് ദൈവം വിളിച്ചു, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, മുൾപ്പടം കത്തി വരികയാണ്. തീരുടെ അകത്ത് നിന്നുകൊണ്ട് ദൈവസത്വം കേൾക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ജനമായ ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തെ വിളിക്കുവാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നീ അവിടെ പോകണം എന്നുള്ളതായ ദൈവത്തിന്റെ ഉദ്ദേശമാണ് അവർ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മോശ പറഞ്ഞു, ഞാൻ മിക്കതും തടിച്ച നാവുള്ളവനാകുന്നു. അപ്പൊ അവിടെ മോശയും ദൈവത്തിന് വേണ്ടി സംസാരിക്കാനൊന്നും മോശയ്ക്ക് ആഗ്രഹമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആഗ്രഹമുള്ളവർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ സംസാരിക്കുവാൻ ആഗ്രഹമില്ലാത്തവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ദൈവം അങ്ങനെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവം തന്റെ ജനത്തിൽ കൂടെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒഴിവിടവ് പറഞ്ഞു മാറി പറഞ്ഞ്
ഞാൻ നാവിനോടിരിക്കും, ഞാൻ സംസാരിക്കും. ദൈവത്തിന് വിൽക്കണമെന്നോ ഒന്നും വിഷയമല്ല, വിദ്യാഭ്യാസം ഇല്ലെന്ന വിഷയമല്ല, പുലർന്നൊന്നും വിഷയമല്ല. യാതൊരു ഡിഗ്രിയും വിദ്യാഭ്യാസം ദൈവം നോക്കുന്നില്ല. യാതൊന്നും ദൈവം നോക്കുന്നില്ല. ദൈവം ഒന്നും നോക്കുന്നില്ല. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന ശുശ്രൂഷകൾ അനവധി കൊണ്ട് ദൈവം ചെയ്യിക്കും. അതുപോലെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് ആ ദൈവത്തിൽ നിയോഗപ്പെട്ടവർക്കാർക്കും ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാം. യാതൊരു സംശയമില്ല. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തമായ ആലോചനയാണ് ദൈവം ഉൾപ്പെടലിൽ കൂടെ സംസാരിക്കുന്നത്. കാരണം പരിചയപ്പെടുത്തുകയാണ്, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമാണ് ദൈവം വിളിച്ചു പറയുകയാണ്. മോശയുടെ ഇങ്ങനെ പറയാനുള്ള കാരണം മോശയ്ക്ക് അബ്രഹാമിന്റെ ചരിത്രവും ഒക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അബ്രഹാമിന്റെ ദൈവം. അപ്പോൾ മോശയ്ക്ക് മനസ്സിലാവും അബ്രഹാമിനെ കുറിച്ച് അറിയാൻ കൽദരിയുടെ പട്ടണമായ ഊരിൽ നിന്നാണ് അബ്രഹാം ദൈവസന്നിധിയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. കാരണം ദൈവശബ്ദം കേട്ടു. അബ്രഹാം ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ട്, ദൈവത്തിന്റെ അടയാളങ്ങൾ കണ്ട്, ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ കണ്ടവരാണ് അബ്രഹാം കുടുംബം. സ്വതന്ത്രം. അങ്ങനെയെങ്കിൽ മോശയോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. ഇവിടെ നടുവിൽ കിടക്കുന്ന ജനം നിലവിളിക്കുകയാണ്, ഞങ്ങൾ വിടുവിക്കാൻ ആരുമില്ലേ ഈ അടിമ മുഹൂർത്തത്തിൽ നിന്ന്. അവിടെ കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. വെള്ളം നിറഞ്ഞിരിക്കുന്ന അടികൊണ്ട് മുറിഞ്ഞ് അത് വെള്ളം നിറഞ്ഞായി വേദനയോട് നിലവിളിക്കുകയാണ്, ഞങ്ങളെ വിടുവിക്കാൻ ദൈവമേ ആരുമില്ലേ. നമ്മളും പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, എനിക്കൊരു വിടുതൽ നൽകണമേ, എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകണമേ, എനിക്കൊരു വിടുതൽ നൽകണമേ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കരമറിയിൽ വിടുവിക്കും. ഇവിടെ ഇസ്രായേൽ ജനത്തെ വിടുവിക്കേണ്ടതിൽ അവർ നിലവിളിച്ച് ദൈവം അവരുടെ കണ്ണുനീർ നിലവിളി കേട്ട് അവരുടെ കണ്ണുനീർ കണ്ട് അങ്ങനെയാണ് മോശയെ ദൈവം അയക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നാണ്, നമ്മുടെ കണ്ണുനീർ കാണുന്നില്ല. സ്വന്തം ദൈവം എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ കണ്ണുനീർ കാണുന്നുണ്ട്, നമ്മുടെ നിലവിളി കേൾക്കുന്നുണ്ട്. സ്വത്രം. എന്നാൽ നമുക്ക് വേണ്ടി വിടുവിക്കുവാൻ ദൈവത്തിന്റെ കരമിറങ്ങും. ദൈവമിറങ്ങും, ദൈവത്തിന്റെ കരമിറങ്ങും, ദൈവത്തിന്റെ ശക്തി ഇറങ്ങും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങും. ഞാൻ പറയാം, ഞാൻ രോഗിയായിരിക്കും, കുടിക്കും, എത്ര പ്രാർത്ഥിച്ചിട്ട് രോഗം മാറുന്നില്ല, കേൾക്കുന്നില്ലയോ? ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് ഒരു സമയം കാണുമായിരിക്കാം. ദൈവം ആ രോഗത്തിന് വിടുതൽ നൽകുക. വിശ്വാസമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസമുള്ള രണ്ടുപേരും മതി. സ്തോത്രം. പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണും. ദൈവം വിടുവിക്കും. കാരണം ആദ്യ നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ ഈ നൂറ്റാണ്ടിലും ദൈവത്തിന്റെ കരമിറങ്ങുന്ന ദൈവത്തിന്റെ ആലോചന വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് വിശ്വാസം വേണം. വിശ്വാസം എന്ന് പറയുന്നത് സിമ്പിളാണ്. കാരണം പറഞ്ഞാൽ സ്വന്തം ദൈവത്തെ വിശ്വസിക്കുക, എന്റെ ദൈവം എനിക്ക് പ്രവർത്തിക്കും എന്നുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ സ്വന്തം ദൈവം ഇരിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് മോശയെ അയച്ചു, മോശ അവിടെ ചെന്നു. 10 ബാധ അയച്ചെങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനമാക്കി ജനത്തിനുണ്ടാതിരിക്കാൻ. പക്ഷേ ദൈവത്തിന്റെ അതിശക്തമായ വിടുതൽ അവിടെ നടന്നപ്പോൾ സ്വന്തം ഒരിക്കൽ ഈ ഫറവോന്റെ ഹൃദയം ഒന്ന് പറഞ്ഞാൽ അരിശട്ട പോലെ വിടാനുള്ള താല്പര്യമാണ്. പക്ഷേ അവരെ ആ അടിമ നോക്കിൽ നിന്ന് പറഞ്ഞു വിട്ടെങ്കിലും അവരുടെ ഉള്ളില്, അതായത് ഫറവോന്റെ ഉള്ളില് ഇവരെ മരുഭൂമിയിൽ വെച്ചെങ്കിലും എല്ലാത്തിനും തകർന്നതാണ്. ഓക്കെ, ഉള്ളിൽ
ഇവരെ വിടുവിച്ചിട്ട് അവിടെ ഉള്ളിലെത്തുക ഇവരെ തകർക്കണമെന്നാണ്. വിടുവിച്ചിട്ട് വന്ന കാര്യമില്ല. പക്ഷേ അല്ലതയ ദൈവം അല്ലതയ ഇവരെ കൂടെ ഇരുന്നു, ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ഇരുന്നു. അതാണ് ഇവിടെ വിടുതൽ നൽകുന്നത് ദൈവമാണ്. സ്തോത്രം. പരമോന്നതന്റെ സൈന്യവും രഥങ്ങളിൽ അല്ല കീറിപ്പാൻ വരുമ്പോൾ മോശയും തന്റെ ജനവും ചെങ്കടലിൽ കൂടെ ഒഴുങ്ങിയ നിലമെന്ന പോലെ അവർ നടന്നു പോവുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ രഥങ്ങളിൽ കൂടെ വരുന്ന പരമോൻ സൈന്യം ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൊന്നിടക്കുവാണ്. അല്ലെ പദ്ധതി ആരുടേതാണ്? ശത്രുവിന്റെ പദ്ധതിയെ തകർക്കുക, ശത്രുവിന്റെ പദ്ധതിയാണ് ഉദ്ധിപ്പിക്കുക, ശത്രുവിന്റെ പദ്ധതിയെ ഇല്ലായ്മയാക്കണം, ശത്രുവിന്റെ പദ്ധതിയാ ഒരുമിച്ച് കൂട്ടായിക്കണം. എന്നാൽ ആ പദ്ധതികളെ നമ്മുടെ കർത്താവ് നസ്രയനായ യേശു ക്രിസ്തു ആ പദ്ധതികളെ തകർക്കും. പ്രാർത്ഥിക്കുന്ന നടുവിൽ ഈ ലോകത്തിൽ നമ്മെ വിടുവിക്കുവാൻ ഒരുവർ മാത്രമേ കഴിയൂ, നസ്രയനായ യേശു ക്രിസ്തു. മോശയോട് പറഞ്ഞാൽ വഴിതിരിക്കാൻ പറഞ്ഞു. ചെങ്കടലിൽ നിന്ന് നടുവിൽ വന്നപ്പോൾ അവർ വീട്ടി അഥവാ പർവ്വതസേനയെല്ലാം അകത്ത് നിറഞ്ഞു. മതിലുപോലെ വെള്ളം നിൽക്കുന്നു. ഇവർ അതറിയ ചെങ്കടൽ മതിലുപോലെ നിൽക്കുന്നത് ഇടിഞ്ഞ് ഇവരെ മേലിൽ വീണ് അതറിയ പർവ്വത സൈന്യം വെള്ളം കുടിച്ചു പിടിച്ചു. ജനത്തെ രക്ഷിച്ചു ദൈവം. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടല്ലേ? പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, നിലവിളിക്ക് മറുപടിയുണ്ട്, കണ്ണുനീരിന് മറുപടിയുണ്ട്. ആര്? നസ്രയനായ യേശു ക്രിസ്തു നമ്മെ വിടുവിക്കും. ഈ ഉലകത്തിൽ നമ്മെ വിടുവിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ, നസ്രയനായ യേശു ക്രിസ്തുവിന്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവ് മാത്രമേ കഴിയൂ, നസ്രയനായ യേശുവിന്. അവർ തപ്പെടുത്തു പാടി, പരമോൻ ഞാൻ അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. പറഞ്ഞാൽ കഴിഞ്ഞ നാടുകളിൽ ഞങ്ങൾ പരമോൻ അടിമയായിരുന്നു, പരമസിയോനിൽ ഞങ്ങൾ അന്യനായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പരമോൻ അടിമയല്ല, പരമസിയോനിൽ ഞങ്ങൾ അന്യനല്ല. സിയോനിൽ ഞാൻ അന്യനല്ല. ഞാൻ ദൈവത്തിൽ അന്യപ്പെട്ടവരല്ല. അടുത്തു വന്നിരിക്കുകയാണ്. അന്യരെന്ന് പറയുന്നത് നമ്മൾ പരിചയമില്ലാത്തവർ. ഒരു അന്യൻ ഒരു വ്യക്തി ഒരു വർഷം പറയും അന്യരാമ പരിചയമില്ല, അറിയത്തില്ല, രാജ്യത്ത് ബന്ധമില്ല. പക്ഷെ ഒരു ബന്ധവുമില്ലായിരുന്ന ഇസ്രായേലിനെ ദൈവം ദൈവത്തോട് അടുപ്പിച്ചു. ഇപ്പൊ അവർ പറയുകയാണ്, ഞങ്ങൾ പരമോൻ അടിമയല്ല, പരമസിയോനിൽ ഞങ്ങൾ അന്യനല്ല. ദൈവമായുള്ള ഒരു ബന്ധത്തിലേക്ക് അവർ പോകും. നമ്മെ കർത്താവ് തന്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്ത് നമ്മെ അവകാശികളാക്കി മാറ്റിയിരിക്കുകയാണ്. ക്രിസ്തുവിൽ നാം ഒന്നാകുന്നു, ക്രിസ്തുവിൽ നാം അവകാശികളായി മാറിയിരിക്കുന്നു. പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച് ക്രിസ്തു എന്ന ഭാവിയിലായിരിക്കും തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത് ഒരിക്കലും മാറില്ല, ഒരിക്കലും കർത്താവ് മാറില്ല. ആകാശം മാറും, ഭൂതലം മാറും, ദൈവത്തിന്റെ വചനത്തിന് വള്ളിക്ക് പുള്ളിക്ക് മാറ്റമുണ്ടാകില്ല. വചനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ ആലോചനകൾ ഇന്നും മാറുന്നില്ല. നമുക്ക് ചില വിഷയങ്ങൾ മാറ്റം ഉണ്ടാകും. കാരണം നമുക്ക് ദൈവമായിട്ടുള്ള ചിലപ്പോൾ വിഷയങ്ങളിൽ നമ്മൾ മാറും. എന്ന് പറയും ചിലർ മാറിക്കും. ഇവിടെ ആയിരിക്കുന്നവരല്ല, ചിലര് ദൈവത്തോടുള്ള ബന്ധത്തിൽ മാറിക്കളയും. പക്ഷെ ദൈവം മാറില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരു നാളും മാറില്ലെന്ന്. ഞാൻ ലോക അവസാനം വരെ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നും ചിലർ
എല്ലാം ദൈവത്തിന് വന്നത് അറിഞ്ഞാലും ചിലർക്ക് വിശ്വാസമില്ല. ഞാൻ ലോകാശ്വരം പറഞ്ഞാലും വിശ്വാസമില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കും, നിനക്ക് രോഗസൗഖ്യം തരും, വിശ്വാസമില്ല. സ്വർഗമുണ്ട്, വിശ്വാസമില്ല. നരകമുണ്ട്, അതും വിശ്വാസമില്ല. ദൈവത്തിൽ അത്ഭുതമുണ്ട്, അതും വിശ്വാസമില്ല. പലർക്കും വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടിരിക്കുന്നു. ഇവിടെ വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസമുണ്ടെങ്കിൽ കാരണം എങ്ങനെ വിശ്വാസം? ദൈവത്തിൽ വിശ്വാസം. ദൈവമായുള്ള വിശ്വാസത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ദൈവം നമ്മെ നടത്തും. എന്തൊക്കെ കഷ്ടതകൾ വന്നാലും, എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിൽ വിശ്വസിച്ചിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ നാം വായിച്ചത് 3 എന്ന് പറയുന്നത് മോശയുടെ തന്റെ ജനത്തിന്റെ കൂടെ ദൈവം ഇരുന്നു. ദൈവം ഇറങ്ങിയത് അവർ കണ്ണുനീരില്ല. പിന്നെ ഒരു കണ്ണുനീര് നമ്മൾ കാണുന്നത് സുവിശേഷത്തിലാണ്. നൈൽ പട്ടണത്തിൽ ഒരു വിധവയുടെ കണ്ണുനീരാണ്, നിലവിളിയാണ്. സ്വത്രം വായിട്ട് കരയുന്ന നിലവിളി. അതൊരു കരച്ചിലല്ല. പലരും പല രീതിയിൽ കരയുന്നവരുണ്ട്. ചില ശബ്ദമില്ലാതെ കരയുന്നവരുണ്ട്, ചില മൂടി കരയുന്നവരുണ്ട്. സ്വത്രം അതറിയ ചില കണ്ണീര് മാത്രമേ കാണൂ. പക്ഷെ ഈ വിധവ എങ്ങനെയല്ലായിരുന്നു, വായിട്ട് കരയുക. കാരണം തന്റെ മകൻ മരിച്ചു, വിധവയെ കൂടെയാണ്. സ്വത്രം ഈ കണ്ണുനീര് കണ്ട് യേശു ക്രിസ്തു ഈ വിധവയുടെ അരികിലേക്ക് വന്നു. മഞ്ചം ചുമന്നുകൊണ്ടിരിക്കുന്ന ജനം ഞാൻ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശു ആ മഞ്ചത്തിൽ തൊട്ടപ്പോൾ മരിച്ചുപോയ ഏകജാതനായ മകൻ എന്നാ പറയുന്നത് എഴുന്നേറ്റിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലല്ലയ സ്വത്രം അല്ലല്ലയ എഴുന്നേറ്റിൽ സംസാരിക്കും. ചിലർ സംസാരിക്കാൻ തുടങ്ങി നിർത്തത്തിൽ ഇങ്ങനെയൊക്കെയുള്ളവരുണ്ട്. ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. ഇതുപോലെ മിണ്ടാ മരിച്ചു കിടന്ന് പോയത് ഇത് സംസാരിക്കാൻ തുടങ്ങി. ജീവൻ വന്നതല്ലോ, അത് സംസാരം തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ പുതിയൊരു ജീവൻ കിട്ടിയതാ, ഒന്ന് അടങ്ങിയിരിക്കുകയല്ല, ജീവൻ വന്നോടെ സംസാരിക്കാൻ തുടങ്ങി. അത് അവനറിയാം യേശു എന്നെ വിളിച്ചു, എനിക്ക് മിണ്ടായിരിക്കാൻ കഴിയില്ല. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം നമ്മൾ സംസാരിക്കും, നമ്മൾ പാടും, നമ്മൾ ആരാധിക്കും, നമ്മൾ ദൈവത്തെ സ്തുതിക്കും. നമ്മൾ അടങ്ങിയിരിക്കുന്നില്ല. എല്ലാവരും ദിവസം അടങ്ങിയിരിക്കും. എപ്പോഴും പാട്ടും ബഹളം ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോഴും പാട്ടും ദീർഘത്തില്ല. കാരണം ഇവിടെ പറയാൻ ഈ മകനെ ആദാമിന്റെ അല്ലെങ്കിൽ തന്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർക്ക് സന്തോഷമുണ്ടായി. കാരണം എല്ലാ പരാജയത്തിന്റെ അവസ്ഥയിൽ വന്നപ്പെടും. തന്റെ ഭർത്താവ് മരിച്ചു, മകനും മരിച്ചു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള വിജയ സ്ഥാനത്ത് ദൈവത്തിന്റെ കരമറങ്ങിയപ്പോഴും സ്വതന്ത്രം അവരുടെ സന്തോഷം വീണ്ടെടുക്കാൻ കഴിയും. നാം ദൈവത്തിൽ സന്തോഷിക്കുക. എത്ര ഭഗവന്തങ്ങൾ സകലവും മറന്ന് ദൈവത്തിൽ സന്തോഷിക്കുക. നാം ദൈവത്തിൽ സന്തോഷിക്കുക. ലോകത്തിൽ പലരും പലവിധ കാര്യങ്ങൾ കണ്ടാ സന്തോഷിക്കുക. ചിലർക്ക് മൊബൈലില്ലെങ്കിൽ അത് പുറത്തു കിട്ടുക. കാരണം ഇത് കണ്ടാൽ അത് സന്തോഷിക്കുക. അതുകൊണ്ട് അത് പുറത്തു വരാം. ചോദ്യം ലോകമായ കാര്യം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന തന്റെ ജനത്തിന് ദൈവസ്ഥാനത്തിൽ സന്തോഷം പുറപ്പെടും. ചിലപ്പോൾ നമ്മൾ അറിയാതെ സന്തോഷിച്ചിരിക്കും. ആത്മാവിന്റെ ശക്തിയാണ്. കഷ്ടതയിലും നമ്മൾ സന്തോഷിക്കേണ്ടായിരുന്നു. ദൈവസ്ഥാനത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരും. പക്ഷേ എന്നതേക്കുള്ളതല്ല, മറിച്ചു ദൈവം അതിനെ മാറ്റി ദൈവം പിടിപ്പിക്കുവാനായിട്ട്. ഇവിടെ പട്ടണത്തില് വിധവ അല്ലതയ അവൾ നിലവിളി കണ്ണുനീർ കണ്ട് ദൈവം അല്ലതയ സ്വത്രം പരിഹാരം കൊടുത്തു. പുരുഷാരുണ്ടായ സാക്ഷ്യം ദൈവം പറഞ്ഞു. വലിയ പുരുഷാരുണ്ടായി അവർ കണ്ടു. ഒന്നും 2 പേരല്ല, വലിയ പുരുഷാരം. ഈ മകൻ ജീവിച്ച് എഴുന്നേറ്റ് അവർ കണ്ടു. എന്ന്
ദൈവം വിളിച്ചു പറയും. ഇന്ത്യയിൽ കരച്ചിൽ കാണുന്നത് ലാസറിന്റെ ഭവനത്തിൽ. ലാസറിന്റെ ഭവനം എന്ന് പറയുന്നത് യേശുവാനുള്ള ബന്ധത്തിലുള്ള ഒരു ഭവനമാണ്. കാരണം യേശു അവിടെ ചെല്ലുകയും അവിടെ ദൈവത്തിന് ഭവനം പറയുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഭവനമാണ്. പക്ഷെ ഒരിക്കൽ ലാസർ മരിച്ചു. ലാസറിന്റെ യേശുവിന്റെ പ്രിയപ്പെട്ടവരാണ്, പ്രിയനാണ്, യേശുവിന്റെ പ്രിയനാണ്, ദൈവമായി സ്നേഹിക്കുന്നുള്ളതാണ്. പക്ഷേ യേശു ഒരു ദിവസമായിട്ട് ചെന്നില്ല, രണ്ടാമത്തെ ദിവസം ചെന്നില്ല, മൂന്നാമത്തെ ദിവസം ചെന്നില്ല, നാലാമത്തെ ദിവസം കല്ലറയിലാകില്ല. ഞാൻ പറഞ്ഞ പ്രേക്ഷകർ അവിടെ പരാതികളൊന്നുമില്ല. കാരണം എന്താ പറയുക, ഈ ദൈവം തന്നെയാണ് ലാസറിന്റെ ജീവൻ എടുത്തത്. കാരണം ദൈവത്തിനല്ലേ ജീവൻ എടുക്കാനും കഴിയും, കൊടുക്കാനും കഴിയും. ഇന്ന ദിവസങ്ങളൊന്നുമില്ല. ഏത് നിമിഷവും ദൈവത്തിന് ജീവൻ എടുക്കാം, ഏത് നിമിഷവും ദൈവത്തിന് ജീവൻ തരാനും കഴിയും. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ ലാസർ മരിച്ച് നാട്ടം വെച്ച് അവര് മാർത്തയും മറിയയും അവര് കണ്ണുനീര് വാർത്തു. യേശു ക്രിസ്തു കണ്ണുനീര് വാർത്തു. വിശ്വസിക്കുക, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇവിടെ വിശ്വാസമാണ് ഇവിടെ യേശു ക്രിസ്തു പറയുന്നത്. യേശു ക്രിസ്തു ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് നമ്മളെ നിലനിർത്തുന്നത്. സ്വന്തം ഇവിടെ മരിച്ചുപോയ ലാസർ, അഴുകിയ ലാസർ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു. കാലിലെ കെട്ടിൽ അടിക്കാൻ പറഞ്ഞു. സ്വത്രം അടിച്ചു പുറത്തു വന്നു. സ്വത്രം പൂർണ്ണ അതേ ആത്മാവ് തന്നെ. ലാസർ എന്ന് പറഞ്ഞാൽ മരിച്ചെടുക്കുമ്പോൾ ആത്മാവില്ലല്ലോ, ജഡമല്ലേ ഉള്ളൂ. അപ്പോൾ ആത്മാവ്, ലാസറിന്റെ ആത്മാവ് വീണ്ടും അങ്ങോട്ട് ശരീരത്തിൽ കടത്തി വിട്ടു. എന്നിട്ട് അവൻ അപ്പോൾ ജീവൻ തരുവാനും ജീവൻ എടുക്കുവാനും ദൈവത്തിന് നമുക്കത് വിഷയമല്ല. നമുക്കത് പറയുന്നത് നിത്യജീവന്റെ വിഷയമാണ്. വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിക്കുന്നവൻ നിത്യതയുണ്ട്. ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അരികിൽ എത്തുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് പത്രോസ് പറഞ്ഞതാണ്, നിത്യജീവന്റെ ഒഴുകിന്റെ പക്കലാണല്ലോ. നിന്റെ വീട്ടിൽ ഞങ്ങൾ എവിടെ പോകും? ഞാൻ ഒരു സന്ദേശം പറയുകയാണ്, യേശുവിനെ വിട്ടുപോയാൽ നിത്യജീവൻ നഷ്ടപ്പെടും. യേശുവിനെ വിട്ടുപോയാൽ നിത്യജീവൻ നഷ്ടപ്പെടും. പക്ഷെ ഈ ലോകത്തിൽ എല്ലാം കിട്ടുമായിരിക്കും, പല കാര്യങ്ങളൊക്കെ ലോകത്ത് ജീവിച്ചാൽ കിട്ടുമായിരിക്കും. പക്ഷെ യേശുവില്ലാതെ ലോകത്ത് വെച്ചാൽ പല കാര്യങ്ങളും കിട്ടും, പക്ഷെ നിത്യജീവൻ കിട്ടില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, അല്ലാതെ നിത്യജീവന്റെ മൊഴി നിന്റെ വാക്കിലാണ്. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? എവിടെ പോകും? അപ്പോൾ നിത്യജീവന്റെ മൊഴി വേണമെങ്കിൽ എന്ത് വേണം? ക്രിസ്തുവിനുണ്ട് വിശുദ്ധിയുടെ ജീവിതം, ആരാധന, വേർപെട്ട് ദൈവത്തിന് വേണ്ടി കൊടുത്ത് ആത്മാവിൽ ആരാധിച്ച് അല്ലെങ്കിൽ സാക്ഷിയോടെ ജീവിതത്തിൽ നിലനിന്നാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്. ദൈവവിശ്വാസിക്കോട് പ്രത്യാശയുണ്ട്. കാരണം അതല്ലേ, എനിക്കൊരു നിത്യജീവനുണ്ട്, എനിക്കൊരു നിത്യ പാർപ്പിടമുണ്ട്, നിത്യമായ കഥാവാസങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ചെല്ലേണ്ടതില്ല. ഈ ഭൂമിയിലെ ജീവിതം എല്ലാവരും കുറഞ്ഞ 100 വയസ്സാണ് കർത്താവ് ഒരു പക്ഷെ വെച്ചിരിക്കുന്നത്. ഒരു പക്ഷെ കൂടുതൽ പോയാലും അതൊക്കെയുള്ള ഈ ഭൂമിയിലെ ജീവിതം. പക്ഷെ നിത്യത എന്ന് പറയുന്നത് അവസാനം 100 200 കണക്കില്ലാണ്ട് പോവുക. അവിടെ പോകേണ്ടതിന് വേണ്ടിയാണ് പത്രോസ് പറഞ്ഞത്. പത്രോസിനെ കാഴ്ചപ്പെടുത്തി വെച്ചു ഇരിക്കാൻ പോകുകയാണ് സമയത്ത്. സ്വതന്ത്രം. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നത്, നാം ദൈവത്തെ സ്തുതിക്കുന്നത്, നാം ദൈവത്തെ വിശ്വസിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വാസത്താൽ ഒരുക്കും, അവിടെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ കണ്ണുനീര് കണ്ട് ദൈവം ഇറങ്ങിയെങ്കിൽ മോശയെ വിടുവിച്ചെങ്കിൽ, കൈ പട്ടണത്തിൽ വിധവയുടെ കണ്ണുനീര് കണ്ട് ആ മകന് ഉയർപ്പിച്ചു കൊടുത്തെങ്കിൽ, നമ്മുടെ വേദനകൾ, നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതികൂലങ്ങളെ, നമ്മുടെ പ്രതിസന്ധികളെ, പ്രതിഘട്ടങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹമായി
ശക്തമായ നിലയിൽ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സന്ദേശം ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ.